ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്തിന് കുറേ മാങ്ങുണ്ട് അച്ചാറാക്കാൻ സെറ്റാക്കാം. അപ്പോൾ ഞാൻ 2 കണ്ണുള്ള പാത്രം എടുത്തു. അതെന്തിന് ബർത്ത് എടുത്ത ഒന്ന് മതി, ബർത്ത് ഒന്ന്. അങ്ങനെ മാങ്ങ എല്ലാം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് നല്ലോണം കവ്വിയിട്ടെടുക്കാം, നമുക്ക് സെറ്റാക്കാം. കുറച്ച് കറുത്ത എന്തോ ഉണ്ട് മാങ്ങാൽ. അതാ വലിയൊന്ന് പുതിയ ചട്ടി പോയിട്ടൊരു പുതിയ ചട്ടി എടുത്ത് അങ്ങനെ മാങ്ങയെല്ലാം കവ്വിയിട്ട് സെറ്റാക്കി. ഏതാ ഞാനതിൽ പോയി അങ്ങനെ മാങ്ങ നല്ല മാങ്ങ കവ്വി കൈക്കൊണ്ടുണ്ട്. കുറേ തൊട്ട് കവിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ടിതാ ഞാൻ ഫസ്റ്റ് ചട്ടി വെച്ച് ചട്ടിയിലേക്ക് ഉപ്പും സിർക്കവും പച്ചമുളകും ഇടുന്നുണ്ട്. ഫസ്റ്റ് എന്നാ അത് 3 ഫസ്റ്റ് ഇട്ടിട്ട് അവിടെ മാറ്റി വെച്ച്. എന്നിട്ട് നെക്സ്റ്റ് മാങ്ങ മുറിച്ചിട്ടായി. എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഫസ്റ്റ് മാറ്റി വെച്ചിന് വെള്ളം അതിലേക്ക് ഇട്ട് ആ മാങ്ങനെല്ലാം ഇട്ടിട്ട് കുറച്ച് നേരം കളകളാ വെച്ച് മിക്സാക്കി സൈഡ് വെച്ചിട്ട് ഞാൻ മറ്റേതെന്ത് മുളകെടുക്കാൻ പോയി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടി ഇട്ടു, കുറേ ഇട്ടിട്ട് കുറച്ച് അങ്ങനെയെല്ലാം ഇട്ടിട്ട് സെറ്റായി കുട്ടപ്പനായി. നെക്സ്റ്റ് നമ്മുടെ മോള് ഈത്തപ്പായം വെള്ളുള്ളി വിത്ത് വേണ്ട അത് ചാടാനുള്ള കടു കുറച്ച് മുളപ്പൊടി അത്ര മതി. അങ്ങനെ മിക്സിൻ്റെ പാത്രം വെച്ച് മുളിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ കുറച്ച് കടു ഇട്ട് പിന്നെ ആ ഈത്തപ്പായം മുറിച്ച് വെച്ചിട്ടുണ്ടായി അതിട്ട് പിന്നെ കുറച്ച് മുളപ്പൊടി ഇട്ട് പിന്നെ ഈത്തപ്പായം ഇട്ട് പിന്നെ എന്തിട്ടാ വെള്ളത്തിന് മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടായിട്ട് അതിലത്തെ കുറച്ച് വെള്ളം എടുത്തിട്ടിട്ട് കുറച്ച് മാങ്ങ ഇട്ട് എല്ലാം മിക്സായിട്ട് അരിഞ്ഞിട്ട് വരട്ട്. എന്നിട്ട് ഞാൻ മിക്സിയെല്ലാം എടുത്തിട്ട് മിക്സിക്കില്ല ഇങ്ങനെ തുണി വെച്ച്. അതെൻ്റെ ഐഡിയ. നിങ്ങൾ അടിക്കണം അങ്ങനെ വെക്കണമില്ല, തെറിച്ചെങ്കിൽ ഞാനെന്നാൽ തോർത്തണ്ടേ. അതിനോട്ട് ഞാൻ ഒരു തുണീനെ അപ്പം അങ്ങനെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് എന്നിട്ട് വെച്ചൊരു തിരിച്ച് സെറ്റായി തെറിച്ചിട്ട് എന്തില്ല. എന്നിട്ട് ഏത് മൂട് തെറിക്കത് കണ്ണ് കാറ്റോടെ കത്തിയിട്ട് എടുക്കട്ടിന് അങ്ങനെല്ലാം സെറ്റായി. അങ്ങനെ മാങ്ങ എടുത്ത് തേയിലൊക്കെ ഇട്ട് മിക്സാക്കി. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ആയിക്കോ. അതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് എന്ത് ഇട്ടിട്ട പിന്നെ നിങ്ങൾ ആക്കിയിട്ട് നോക്കുമ്പോൾ ചെയ്യലാവും. ഈസി റെസിപ്പി. അതിൻ്റെ ഇടയിൽ ഒരു കൈ വന്നിട്ടുണ്ട്, അതിൽ കൈക്ക് വെച്ചിട്ടെടുത്ത് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ പിള്ളേർ. അങ്ങനെയെല്ലാം സെറ്റായി റെഡിയാക്കി അങ്ങനെ കുപ്പിയിലിട്ട് എല്ലാം ഓർഡറാക്കി എല്ലാം സെറ്റായി. ഇതെല്ലാം ഓർഡർ ഉണ്ടായി, എല്ലാം ഓർഡർ പോയി. നെക്സ്റ്റ് അതിലാക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ. അപ്പം അത്ര എന്നാൽ.